ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നവരാത്രി പ്രസാദമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ചെറുപയറും അരിയും കൊണ്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നവരാത്രി പ്രസാദം അരിയും നമ്മുടെ ചെറുപയറും കൂടെ ഇട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് കാൽ കപ്പ് വീതമാണ് ചെറുപയറും അരിയും കൂടെ എടുത്തേക്കണത് കേട്ടോ. ഉണക്കലരിയാണ് എടുത്തേക്കണത്. ആ ചെറുപയർ മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം അത് ഇപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഏകദേശം ഒരു 4-5 വിസിൽ വേണം കേട്ടോ വേവാനായിട്ട്. ഇനി നമ്മൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് കേട്ടോ ഇടുന്നത്. അതൊരു 1.5 അച്ച് ശർക്കരയാണ് ഞാനിവിടെ എടുത്തേക്കണത്. നല്ല മധുരം വേണ്ടവർക്ക് ഒരച്ചും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം മതി, അതുകൊണ്ടാണ് ഞാൻ 1.5 അച്ച് ശർക്കര ഇട്ട്. പിന്നെ നാളികേരപ്പാൽ ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ അരിയും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ആ മധുരമൊക്കെ ആ അരിയിലും പരിപ്പിലൊക്കെ പിടിക്കുന്നവരെ ചെറിയ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒഴിച്ച ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ശർക്കരയുടെ മധുരമൊക്കെ ആ പയറിലും അരിയിലൊക്കെ പിടിച്ച് ആ ശർക്കരപ്പാനി ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായിട്ടൊന്നും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെ ഞാനിവിടെ നാളികേരത്തിൻ്റെ 1-ാം പാൽ പിന്നെ 2-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളവും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം ആ പാൽ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും നാളികേരക്കൊത്തും കൂടെ വറുത്തിടുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ പായസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ദേ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നാളികേരക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരക്കൊത്ത് ഒരു 1/4 ഫ്രൈ ആയപ്പം ഞാൻ അതിലേക്ക് കാഷ്നട്ടും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്നട്ടും നാളികേരക്കൊത്തും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ അരി പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ അരി കൊണ്ട് പായസം ഉണ്ടാക്കും, ഈ ചെറുപരിപ്പും കൊണ്ടും പായസം ഉണ്ടാക്കും. പക്ഷേ ഈ ചെറുപയറും അരിയും കൂടെ ചേരുമ്പോഴുള്ള ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ പായസം ദേവിക്ക് നേദിച്ചു. അപ്പം ഇന്നത്തെ ചെറുപയർ അരി പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.